അർപ്പിത പാർട്ട് 19. സിദ്ധുവിൻ്റെ ചവിട്ടുകൊണ്ട് പിന്നിലേക്ക് മറിഞ്ഞിട്ടും അവന് യാതൊരു പ്രത്യേക ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ അപ്പുവിനെ തന്നെ കൊത്തി വലിക്കുന്നത് കണ്ട് സിദ്ധുവിന് തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങി. അഖിൽ ഓടിച്ചെന്ന് അവനെ വട്ടം ചുറ്റിപ്പിടിച്ച് അവനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. അഖിൽ ഒരു യാചനയോടെ സിദ്ധുവിനോട് പറഞ്ഞു. സിദ്ധു അവൻ്റെ കൈക്കുള്ളിൽ നിന്നും കുടഞ്ഞു മാറി. പിന്നെ എൻ്റെ പെണ്ണിനെ ഇങ്ങനെ നോക്കുന്നവനെ പിന്നെ ഞാൻ എന്ത് വേണം? ആ രണ്ട് കണ്ണും ചൂഴ്ന്നെടുക്കാനായി എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവൻ്റെ നോട്ടവും സംസാരവും എല്ലാം കേൾക്കുമ്പോൾ. അതുകൊണ്ടാ കൺട്രോൾ ചെയ്ത് നിൽക്ക്. നീ ഇപ്പോൾ വല്ലതും എടുത്തു ചാടി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ അവൻ ഇല്ലാതായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ തടയുന്നത്. ബാക്കി രണ്ടുപേരിലേക്കും നമുക്ക് എത്തണ്ടേ. ഇവനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. ഒപ്പം അനീറ്റയെ കൂടി ഇവിടെ കൊണ്ടുവരണം. അത് പറഞ്ഞു തീർന്നതും അവൻ ഏർപ്പാടാക്കിയ ആൾക്കാർ അനീറ്റയുമായി അകത്തേക്ക് വന്നു. ബോധരഹിതയെ അവരുടെ കൈകളിൽ കിടക്കുന്ന അനീറ്റയെ കണ്ടതും അടുത്ത് ഒരു ചെയർ പിടിച്ചിരുത്തി അവളെ അതിനിരുത്തി കെട്ടി. അതും രാഹുലിനും മുഖാമുഖം എന്ന രീതിയിൽ അവളെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. അവൻ അവളുടെ മുഖത്തൂടെയും ശരീരത്തിലൂടെയും അവളുടെ കണ്ണുകൾ ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി. അവന് അവളെ കാണുന്തോറും അവളിലേക്ക് ഒന്നുകൂടി അലിയാനുള്ള വെമ്പലായിരുന്നു. താനിപ്പോൾ മറ്റൊരുത്തൻ്റെ കൈക്കുള്ളിൽ പിടഞ്ഞ് തീരാൻ പോകുകയാണ് എന്ന് പോലും ഒരു തോന്നലില്ലാതെ അവൻ അനീറ്റയെ കുത്തി വലിക്കുകയായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ സിദ്ധുവിന് നിയന്ത്രണം മൊത്തം നഷ്ടപ്പെട്ടു. അവൻ അവിടെ നിന്ന് ദേഷ്യം ഉള്ളിലൊതുക്കി പുറത്തേക്ക് പോയി. അഖിൽ ദീർഘമായി ഒന്ന് നിശ്വസിച്ച് രാഹുലിന് നേരെ തിരിഞ്ഞ്, നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല എന്നറിയാം. എങ്കിലും നിന്നോട് ഞാൻ പറയുക, ഒരു അവസാന ശ്രമമെന്ന പോലെ. സ്ത്രീകൾ ഒരിക്കലും ആണിന് താഴെയല്ല. പിന്നെ അവർ ഒരിക്കലും ഒരു ഭോഗവസ്തുവായി കാണാനും പാടില്ല. അവർ വഴിയെ നമ്മൾ പോലും ഈ ഭൂമി കാണുന്നത്. നമ്മളുടെ അടുത്ത തലമുറയെ വരെ അവരുടെ ഉദരത്തിൽ പേറി ജീവൻ പോകുന്ന വേദനയ്ക്കുള്ളിലും അവർ ആ കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. ഓരോ സ്ത്രീയും എനിക്കിനി പ്രസവിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും തലമുറ ഉണ്ടാകില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ വംശം തന്നെ ഇല്ലാതായി പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ആ ഒരു കണ്ണിലൂടെ സ്ത്രീകളെ എല്ലാവരെയും കാണാതെ നിനക്കായി ഒരുത്തി ജനിച്ചിട്ടുണ്ടാവും. അവളിൽ മാത്രം നിൻ്റെ കാമം ഒതുക്കാൻ നോക്ക്. അവൻ പറയുന്നത് കേട്ട് ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. നീ ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ ഈ ചിരിക്കൊക്കെ ആയുസ് കുറവാ. രാഹുലിനെ നോക്കി ദീർഘമായൊന്ന് നിശ്വസിച്ച് അഖിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അവൻ ലാസ്റ്റ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. എങ്കിലും തൻ്റെ മുന്നിലിരിക്കുന്നവളെ ചൂഴ്ന്ന് നോക്കാൻ അവൻ മറന്നില്ല. അവൻ അവൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ സമയത്തിന് ശേഷം അനീറ്റയ്ക്ക് ബോധം തെളിഞ്ഞതും തൻ്റെ മുന്നിലിരിക്കുന്ന രാഹുലിനെ കണ്ട്, ഇതെന്താ രാഹുൽ, നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ? അത് മനസ്സിലായില്ലേ? നമ്മളെ രണ്ടുപേരെയും ആ പന്ന മോളും അവളുടെ ഭർത്താവും കൂടി ഇവിടെ കൊണ്ടുവന്നതാ. നമ്മളുടെ പ്ലാനുകളെല്ലാം അവനും അവളുമാരുമെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പ്രതികാരം തീർക്കാനാ. രാഹുൽ അനീറ്റയോട് പറഞ്ഞതും സിദ്ധു അകത്തേക്ക് വന്നതും ഒരേ സമയം വന്നു. ഓ, അനീറ്റ മേഡം ഉറക്കം വിട്ട് എഴുന്നേറ്റോ? പള്ളി ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും ബുദ്ധിമുട്ട് അടിയങ്ങളുടെ ഭാഗത്തു നിന്നും വല്ലതും ഉണ്ടായോ? ഉണ്ടായെങ്കിൽ ഗർഭത്തിൻ്റെ കഥയൊന്നും പറഞ്ഞ് ഞങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കല്ലേ മേഡം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ. അവൻ അവളെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും അവൾക്ക് ദേഷ്യം വന്നു. സിദ്ധു, നീ ആരോടായി കളിക്കുന്നതെന്ന് അറിഞ്ഞു വേണം സംസാരിക്കേണ്ടത്. ഓ, എനിക്കറിയാം അനീറ്റ മേഡം. നീയും ഇവൻ്റെ തന്തയും പിന്നെ മേഘ്നയുടെ തന്ത നരേന്ദ്രനും ചേർന്ന് എന്നെ അങ്ങ് ഒലത്തിക്കളയാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷെ നിങ്ങളുടെ ആദ്യത്തെ പ്ലാൻ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി. എൻ്റെ ശ്രദ്ധ നിന്നിൽ നിന്നും ഒന്ന് മാറിയപ്പോൾ നീ പ്രയോഗിച്ച ചതിക്കുഴിയിൽ ഞാൻ വന്ന് വീഴുകയും ചെയ്തു. പക്ഷേ എനിക്കൊപ്പം എൻ്റെ താങ്ങും തണലുമായി എൻ്റെ ഭാര്യയും അനുജനും അനുജൻ്റെ ഭാര്യയും ഉള്ളിടത്തോളം കാലം നീയെന്നല്ല ഇനി ആര് വിചാരിച്ചാലും എന്നെ പുഷ്പം പോലെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരാൻ അവർ തന്നെ ധാരാളം. അവർ എനിക്ക് ഒപ്പം എന്നും താങ്ങും തണലുമായി ഉള്ളപ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീയൊക്കെ എന്ത് കരുതി എന്നെ ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിലിട്ട് അവരൊക്കെ പോകുമെന്നോ? അങ്ങനെയല്ല. ഞാൻ എന്തിനാണിങ്ങനെ വിഷമിക്കുന്നതെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവർ അറിഞ്ഞിരുന്നു. അതിനുള്ള പരിഹാരം മാർഗം അവർ കണ്ടെത്തി. എനിക്ക് മുന്നിൽ സൊല്യൂഷനും വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ ഒന്നുകൂടി അടുത്തറിയുകയായിരുന്നു.
അവരിൽ നിന്നും എത്ര അകന്നാലും അവർ ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. പിന്നീട് ഞങ്ങളുടെ പ്ലാൻ പ്രകാരം തന്നെയായിരുന്നു എല്ലാം അങ്ങോട്ട് നടന്നത്. അതിലേക്ക് നീയും ഇവന് മൂക്കും കുത്തി വീഴുകയും ചെയ്തു. പേടിക്കണ്ട, നിങ്ങളുടെ 2 കൂട്ടുകാരെയും ഇപ്പോൾ ഇവിടെത്തും. അത് പറഞ്ഞു തീരുന്നതിനൊപ്പം തന്നെയായിരുന്നു നരേന്ദ്രനെ അകത്തേക്ക് കൊണ്ടുവന്നത്. നരേന്ദ്രനെ കൊണ്ടുവന്ന് അകത്ത് ഒരു കസേരയിൽ രാഹുലിൻ്റെയും അനീറ്റയുടെയും ഒപ്പം തന്നെ ഇരുത്തിയതും. ദ ഗ്രേറ്റ് നരേന്ദ്രൻ, എന്താണ് തനിക്ക് എന്നോട് ഇത്ര പക? തൻ്റെ മകളെ സ്നേഹിച്ച് വിവാഹ വാഗ്ദാനം തന്നു എന്നല്ലേ താനീ പറയുന്നത്? എന്നാൽ താൻ കേട്ടോ, തൻ്റെ മകൾ എന്നോട് വന്ന് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ തന്നെ അവളെക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞു. അവൾക്ക് ആരോടാണ് പ്രണയമുള്ളതെന്നും ആരുടെ കൂടെ ജീവിക്കണമെന്ന് നിങ്ങൾ വീട്ടുകാർ സമ്മതിച്ചതും പിന്നീട് തന്നെക്കുറിച്ചായിരുന്നു ഞാൻ പിന്നെ തിരക്കിയത്. പിന്നെ തൻ്റെ മകളുമായി ഒരു പ്രണയബന്ധം എനിക്ക് അത്യാവശ്യമായിരുന്നു. കാരണം അപ്പുവിലേക്ക് എത്തണമായിരുന്നു എനിക്ക്. അപ്പു അവിടെ സേഫാണെന്നറിയണം. കാരണം തൻ്റെ മകൾ പഠിക്കുന്ന അതേ കോളേജിൽ തന്നെയായിരുന്നു അപ്പുവും പഠിച്ചിരുന്നത്. പിന്നെ അപ്പു ഞാനും തമ്മിൽ എന്താണ് ബന്ധമെന്നല്ലേ എൻ്റെ അച്ഛൻ വഴി ഞാൻ അറിഞ്ഞിരുന്നു അച്ഛൻ്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച്. അച്ഛൻ എപ്പോൾ വിളിച്ചാലും വായ തോരാതെ സംസാരിക്കുന്നത് അപ്പു എന്ന മോളെക്കുറിച്ച് മാത്രമായിരുന്നു. എനിക്ക് വേണ്ടി അവളെ ആലോചിച്ചു എന്നറിഞ്ഞതുകൂടി എനിക്ക് അവളെ ഒന്ന് കാണാൻ വല്ലാത്ത ആഗ്രഹം. തൻ്റെ അച്ഛനും അമ്മയും ഇത്രത്തോളം ഒരു പെൺകുട്ടിയെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടില്ല. അവർ കാണാതെ ഇത്രത്തോളം അവളെ സ്നേഹിക്കണമെങ്കിൽ അവളെ താനൊന്ന് അവരെക്കാൾ മുന്നേ കണ്ടിരിക്കണമെന്ന് ഒരാഗ്രഹം, ഒരു കൗതുകം. അതുകൊണ്ട് തന്നെയാണ് അവളെക്കുറിച്ച് തിരക്കി ഇറങ്ങിയത്. പക്ഷേ താൻ അല്പം വൈകിപ്പോയിരുന്നു അവളെ തിരക്കി ഇറങ്ങുന്നതിന്. കാരണം ഗൾഫിലെ ബിസിനസ്സുകളെല്ലാം ഒരുവിധം സെറ്റിൽ ചെയ്തിട്ട് മാത്രമേ തനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുകയുള്ളായിരുന്നു. അതിനിടയിൽ അതിനവസരം ഒരുക്കുന്നത് പോലെയായിരുന്നു അച്ഛനും ഉണ്ടായ ആക്സിഡൻറ്റ്. ആ ആക്സിഡൻറ്റ് അപ്പുവിന് തൻ്റെ അച്ഛനെയും അമ്മയെ കൂടി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതോടുകൂടി അവൾ ഇനി പഠനം പൂർത്തിയാക്കുമോ, തനിക്കിനി അവളെ കാണാൻ പറ്റുമോ എന്ന് ഒരു 100 ചിന്തകളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേഘ്ന തന്നോട് വന്ന് പ്രണയം പറയുന്നത്, അവളെ കാണാൻ അവളുടെ കോളേജിൽ ചെല്ലുന്നതുമൊക്കെ. അവളെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമായിരുന്നു. അതിനുവേണ്ടി തന്നെ അവളോട് പ്രണയം നടിച്ചാണ് താൻ അവിടെ എത്തുന്നത്. അങ്ങനെ എത്തുന്ന കൂട്ടത്തിലാണ് അറിയാതെ ഒരു പെൺകുട്ടി തൻ്റെ മുന്നിലൂടെ പോകുന്നതും അവളുടെ കയ്യിൽ നിന്നും ഒരു ഫോട്ടോ താഴെ വീഴുന്നതും താൻ ശ്രദ്ധിക്കുന്നു. ഓടിച്ചെന്ന് ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് തൻ്റെ അച്ഛൻ്റെ ഉറ്റ മിത്രം. അപ്പോൾ അവളെയാണ് താൻ ഇത്രയും നാൾ നോക്കി നടന്നിരുന്നത്. ആരെയാണോ കാണേണ്ട അവൾ തൻ്റെ മുന്നിലുണ്ട്. പിന്നെ അവൾക്കൊരു കവചം പോലെ അവൾ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ താനുണ്ട്. തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പഠനം പോലും പൂർത്തിയാക്കാൻ മനസ്സില്ലാതെ ഒഴിഞ്ഞ് ഒരു റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടിയ അപ്പുവിനെ കാണാൻ ഒരിക്കൽ താൻ അവളെ തിരക്കി പിടിച്ച് അവളുടെ അപ്പച്ചി വീട്ടിലെത്തിയിരുന്നു. താൻ ആരാണെന്നും എന്തിനാ വന്നതെന്നും തൻ്റെ സഹോദരൻ്റെ ആഗ്രഹപ്രകാരം അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് കൂടി പറഞ്ഞതും അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ആ കണ്ണുകളിൽ തനിക്ക് കാണാൻ സാധിച്ചേ. അവർ പിന്നീട് ഓരോ കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞു. തൻ്റെ മകൻ്റെയും ഭർത്താവിൻ്റെയും സ്വഭാവം എല്ലാം തന്നെ തന്നോട് വ്യക്തമാക്കി. ഇനി അവളെ അവിടെ നിർത്തരുതെന്നും അവളെ തന്നോടൊപ്പം കൂട്ടണമെന്നും ഒരാവശ്യം അന്ന് ആ സ്ത്രീ തന്നോട് വെച്ചിരുന്നു. പക്ഷേ അവർക്ക് മുന്നിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമായിരുന്നു, അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മരണം ഒരിക്കലും ഒരു സ്വാഭാവിക മരണമല്ല. കാരണം ആ കാറിൽ തൻ്റെ അച്ഛൻ കൂടി ഉണ്ടായിരുന്നു. എനിക്കറിയണം എൻ്റെ അച്ഛനെ കൊല്ലാൻ വന്നവരാണോ അതോ അപ്പുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ശത്രുക്കളാണോ ഇതിന് പിന്നിലെന്ന്. കാരണം ആ അപകടത്തിൽ നിന്നും എൻ്റെ അച്ഛൻ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ അപ്പുവിൻ്റെ അച്ഛനും അമ്മയുമാണ് മരിച്ചത്. എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമേ അപ്പുവിനെ തൻ്റെ ഭാര്യയായി കൂടെ കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ അപ്പച്ചി നിർബന്ധിച്ചാൽ അവൾ ഇനിയും പഠനം കണ്ടിന്യൂ ചെയ്യും. അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അവളുടെ പഠനത്തിന് വേണ്ട പണം എല്ലാം ഞാൻ ചിലവാക്കിക്കോളാം. ആരും അറിയേണ്ട. അപ്പച്ചി കൊടുക്കുന്ന ആ രീതിയിൽ തന്നെ കൊടുത്താൽ മതി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചിയെ കാണാനും അപ്പച്ചിയിൽ നിന്നും നിൻ്റെ വിവരങ്ങൾ അറിയാനും അതോടൊപ്പം തന്നെ നിന്നെ എപ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നിയാലും കോളേജിൽ വന്ന് കാണാനുള്ള പെർമിഷനും അപ്പച്ചി വഴി കോളേജിലെ അധികൃതരെ അറിയിക്കുകയും അവർ വഴി എനിക്ക് അങ്ങനെ ഒരു അവസരം തുറന്നു തരികയും ചെയ്തു. പക്ഷേ എപ്പോൾ ഞാൻ വന്നാലും എനിക്ക് നിന്നോട് വന്ന് സംസാരിക്കാനോ നിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് കാണാനോ പറ്റില്ല. അതിനൊരു മാർഗമായിരുന്നു മേഘ്ന.
മേഘ്ന തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ നോക്കി നിൽക്കുന്നതും തന്നോട് അടുപ്പം കാണിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ തനിക്കാദ്യം പുച്ഛമാണ് തോന്നുന്നത്. ആണുങ്ങളെ കാണാത്ത രീതിയിലുള്ള അവളുടെ നോട്ടവുമെല്ലാം. പിന്നീടാണ് അവൾ തന്നോട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നതും തനിക്കതൊരു ടൈം പാസ്സായി മാത്രമേ തോന്നിയുള്ളൂ. അവൾക്കൊപ്പം ഒരു രസത്തിന് താനും കൂടിയിരുന്നു. പലപ്പോഴും തന്നെ നോക്കുന്ന ഈ കണ്ണുകൾ താൻ കണ്ടിരുന്നു. എങ്കിലും അത് അവഗണിച്ചു. അവൾ കാണാതെ താൻ അവളെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. മേഘ്നയുടെ മനസ്സിലിരിപ്പ് താൻ മനസ്സിലാക്കി തുടങ്ങിയത്. അവൾക്ക് മറ്റൊരു ചെറുപ്പക്കാരനുമായി അടുപ്പമുണ്ടെന്നും വീട്ടുകാരായി അത് വിവാഹം വരെ എത്തിച്ചു നിർത്തിയേക്കോ. ഇതിനിടയിലാണ് തന്നോട് ഈ പ്രണയം നടിച്ച് തൻ്റെ ഒപ്പം കൂടിയേക്കുന്നതെന്ന് അറിഞ്ഞതുകൂടി തനിക്ക് അവളോട് എന്തെന്നില്ലാത്ത ദേഷ്യം. അവൾ തന്നോട് കാണിക്കുന്നത് പോലെ തന്നെ തിരിച്ചു ഒരു പണി കൊടുക്കണമെന്ന് തനിക്കും തോന്നി. അങ്ങനെയാണ് ഈ വിവാഹബന്ധം വരെ എത്തിച്ചേർന്നത്. തൻ്റെ മകൾ ചെയ്ത എല്ലാ വേണ്ടാദിനത്തിനും അവൾക്ക് ഫുൾ സപ്പോർട്ട് താനല്ലായിരുന്നോ? അതുകൊണ്ട് തന്നെയാണ് താൻ പോലും അറിയാതെ അവൾക്ക് ഇത്ര നല്ലൊരു പണി ഞാൻ കൊടുത്തത്. ഇനി തനിക്കുള്ള ശിക്ഷ അത് മഹിയ തീരുമാനിക്കുന്നത്. കാരണം ഇനി തനിക്ക് തൻ്റെ മകളെ ഒന്ന് കാണണമെങ്കിൽ മഹിയുടെ അനുവാദം വേണം. അതുകൂടാതെ തന്നെ ഒന്ന് സഹായിക്കണമെങ്കിലും അവൻ്റെ അനുവാദം വേണം. തൻ്റേതെന്ന് താൻ അടക്കി വാണിരുന്ന എല്ലാ സ്വത്തുവകകളും താൻ പോലും അറിയാതെ അത് മേഘ്നയുടെ പേരിലേക്കായിട്ടുണ്ട്. ഇനി അതെല്ലാം നോക്കി നടത്തുന്ന മഹിയായിരിക്കും. തനിക്ക് ഒരു ചില്ലി കാശ് പോലും അവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. താൻ ആരെയൊക്കെ കൊന്നും വഞ്ചിച്ചുമാണോ ഇന്ന് ഈ നിലയിലെത്തിയത്, അതെല്ലാം തനിക്കിന്ന് അന്യമായിരിക്കും. താൻ എവിടെ നിന്ന് തുടങ്ങി ആ തെരുവിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞേക്കുക. തനിക്ക് ദൈവം തന്ന ഇത്രയും വലിയൊരു ശിക്ഷയ്ക്ക് കൂടുതൽ ഇനി ഞാനൊന്നും തരാനില്ല നരേന്ദ്ര. അതുകൊണ്ട് തൻ്റെ ശിക്ഷ താനായി ചോദിച്ചു വാങ്ങിയതാ. താൻ അനുഭവിച്ചു. പക്ഷെ ഞങ്ങളോട് കാണിച്ചതിന് തനിക്ക് ചെറിയൊരു ശിക്ഷയുണ്ട്. അടുത്ത് നിന്ന ആളിനോട് ഇയാളുടെ 2 കാലും 2 കൈയും അങ്ങ് വെട്ടിമാറ്റിയേക്ക്. കാരണം അയാൾ ഭിക്ഷ ചോദിച്ചാൽ അയാൾക്ക് വാരി കഴിക്കാൻ പറ്റരുത്. തറയിൽ കിടക്കുന്നത് നക്കി തിന്നണം. അത്ര വലിയ ദുഷ്ടനാണ് ഇയാൾ. ആ രീതിയിൽ വേണം. ആഹാരം സമയത്തിന് കിട്ടാതെ വാരി കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ താൻ മരണത്തെ ഇരക്കണം. ദൈവത്തോട് ഓരോ നിമിഷവും മരണത്തിന് വേണ്ടി യാചിക്കണം. ആ അവസ്ഥയിൽ തന്നെ ഞാൻ എത്തിക്കും. അത്രയും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോഴാണ് അനീറ്റയും രാഹുലിനെയും കുറിച്ച് അവൻ ഓർക്കുന്നത്. ഒന്ന് നിന്ന് അവർക്ക് നേരെ തിരിഞ്ഞ്, ഓ നിങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങ് മറന്നുപോയി. നിങ്ങൾ പേടിക്കണ്ട. ഇയാൾക്ക് കൊടുക്കുന്ന പോലെയൊന്നും ശിക്ഷയൊന്നും നിങ്ങൾക്ക് ഞാൻ തരില്ല. കാരണം നിങ്ങൾക്കുള്ള ശിക്ഷ ഓൾറെഡി ദൈവമായി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവർ മനസ്സിലാകാതെ അവർ ഇരുവരും പരസ്പരം നോക്കി സിദ്ധുവിലേക്ക് തന്നെ ദൃഷ്ടി ഊന്നി. മനസ്സിലായില്ല അല്ലേ എൻ്റെ പൊന്നു രാഹുലേ? നീ അല്ലാതെ ഇവളെപ്പോലെ ആരെങ്കിലും കൂടെ കിടത്തുമോ? ഇല്ലല്ലോ. നീ ഇവിടെ ഈ ഇട്ടാവട്ടത്തിലുള്ള പെൺകുട്ടികളെല്ലാം നിൻ്റെ ഇംഗിതത്തിന് കൊണ്ടുവരുമ്പോൾ ഇതുപോലെയുള്ള അന്താരാഷ്ട്ര ലെവലിൽ എല്ലാവർക്കും വേണ്ടിയും എന്ത് വേണ്ടാത്തതും ചെയ്യുന്നവളുടെ കൂടെ ഒരു രാത്രി കിടക്കുന്ന വഴി നിനക്ക് എന്തെല്ലാം നഷ്ടമുണ്ടാകുമെന്ന് നീ എന്തുകൊണ്ട് ആലോചിച്ചില്ല? ഇവളുടെ ആവശ്യത്തിന് വേണ്ടി എന്തും എങ്ങനെയും സാധിച്ചെടുക്കാൻ വേണ്ടി ആർക്കും വഴങ്ങിക്കൊടുക്കുന്നവളാണ്. അതുവഴി ഇവൾക്ക് വലിയൊരു സമ്മാനം അവൾ ആരോ കൊടുത്തിട്ടുണ്ട്. നിനക്കറിയില്ലേ? എയ്ഡ്സ് എന്ന രോഗം, അതും സെക്സ് വഴി നല്ല കറക്റ്റായി ഇവളുടെ ശരീരത്തിൽ വന്നിട്ടുമുണ്ട്. ഇന്നലെ ഓഫീസിൽ ചെറുതായി ഒന്ന് തലകറങ്ങി വീണതാണ്. ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്ത് ഇപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. അതിലാണ് ഇവൾക്ക് എയ്ഡ്സ് ഉണ്ടെന്നും മനസ്സിലായത്. എന്തായാലും നീ ഇവളുടെ കൂടെ ഫിസിക്കൽ റിലേഷൻ വന്നതുകൊണ്ട് നിനക്കും ഓൾറെഡി ഉണ്ടാകും. ഒന്ന് പോയി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തായാലും നിങ്ങളെ രണ്ടുപേരും ഞാൻ വെറുതെ വിട്ടേക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നവരോട് ഇവരെ വെറുതെ വിട്ടേക്കും, മറ്റേയാൾക്ക് ഞാൻ പറഞ്ഞ് ശിക്ഷ കൊടുത്ത് വിട്ടാൽ മതി. അവർ രണ്ടുപേരും നിർവികാരത്തോടെ പരസ്പരം മുഖാമുഖം നോക്കി. തങ്ങൾ ഇത്രയും നാൾ അഹങ്കരിച്ചതിനെ എല്ലാത്തിനും ചേർത്ത് ദൈവം തങ്ങൾക്ക് തന്ന ഒരു ശിക്ഷയായി തന്നെ അവർ എയ്ഡ്സിനെ കണ്ടു. ഇനി തങ്ങൾ എങ്ങനെ ഈ മാരകമായ അസുഖത്തിൽ നിന്നും രക്ഷപ്പെടും? അതിൽ നിന്നും രക്ഷപ്പെട്ട ചരിത്രം ഇന്നോളം കേട്ടിട്ടില്ല. കുറച്ച് നാളുകൂടി ആയുസ് നിലനിർത്തി പോകാൻ മരുന്നുകളുടെ സഹായം ലഭിക്കും. പക്ഷേ ഇന്ന് മരുന്ന് വാങ്ങണമെങ്കിൽ തന്നെ തൻ്റെ കയ്യിൽ 5 പൈസ പോലുമില്ല. അനീറ്റയും രാഹുലും പരസ്പരം നോക്കി. പിന്നെ മറ്റുള്ളവരുടെ കാരുണ്യത്തോടുകൂടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് മാസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ രണ്ടുപേരുടെയും ആരോഗ്യനില ഒരുപാട് വഷളായതും
രണ്ടുപേരും തങ്ങളെ നോക്കാൻ നിൽക്കുന്നവരുടെ സഹായത്തോടുകൂടി അപ്പുവിനെയും സിദ്ധുവിനെയും കാണണമെന്നും അവർ ഒരു ക്ഷമാപണം നടത്തണമെന്നും പറഞ്ഞു വിട്ടു. അവർ ആദ്യം നിരസിച്ചുവെങ്കിലും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു മനസ്സിലായതും അവർ രണ്ടുപേരും അനീറ്റയെയും രാഹുലിനെയും കാണാൻ വന്നു. പണ്ട് കണ്ടിരുന്ന അനീറ്റയോ രാഹുലോ അല്ല തങ്ങളുടെ മുന്നിൽ ഇന്നൊരു അസ്ഥികൂടമായി നിൽക്കുന്ന രണ്ടു രൂപങ്ങൾ. അവരുടെ ദയനീയാവസ്ഥ മനസ്സിലായതുപോലെ അവർ അവരുടെ അടുത്തേക്ക് നടന്നു. സിദ്ധുവിനെയും അപ്പുവിനെയും കണ്ടതും ഇരുവരും കണ്ണും നിറച്ച് അവരോട് തങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പിരയ്ക്കാൻ തുടങ്ങിയതും, നിങ്ങൾ ഞങ്ങളോട് ചെയ്ത തെറ്റിന് ദൈവമായി നിങ്ങൾക്ക് ശിക്ഷ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഇനി ഞങ്ങളോട് ഈ ക്ഷമാപണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളത് അന്നേ വിട്ടു. നിങ്ങൾക്ക് ദൈവമായി തന്നെ ശിക്ഷ തന്നപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഒരു വെറുപ്പ് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പു അവർക്ക് മറുപടി നൽകി. അപ്പുവിൻ്റെ മറുപടി കേട്ട് അവർ ഇരുവരും പരസ്പരം നോക്കി. നിങ്ങളോട് ഞാൻ എന്താ പറയണ്ടേ, എന്തു പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കണം, ഒന്നും എനിക്കറിയില്ല. അപ്പു അവരോട് വീണ്ടും തുടർന്നു. ഒന്നും വേണ്ട അപ്പു, ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നില്ലേ, എല്ലാ തിരക്കുകളും മാറ്റി, അത്ര തന്നെ മതി. ഇനി നിങ്ങളിവിടെ നിൽക്കണ്ട. ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ കരുതി നിങ്ങൾ വരില്ല എന്ന്, പക്ഷേ നിങ്ങൾ വന്നില്ലേ. ഇനി ഇവിടെ നിൽക്കുകയേ വേണ്ട. അസുഖങ്ങളും മരുന്നും മന്ത്രവും ഒക്കെയായി ഇവിടെ. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി ഇവിടെ നിൽക്കണ്ട. അത്രയും പറഞ്ഞ് അവരവിടെ നിന്നും പറഞ്ഞു വിട്ടു. നിങ്ങൾക്കറിയണ്ടേ അപ്പുവിൻ്റെ അപ്പച്ചിയുടെ ഭർത്താവായ വാസുദേവന് എന്ത് സംഭവിച്ചുവെന്ന്? രാഹുലിന് എയ്ഡ്സ് ആണെന്ന് സ്ഥിരീകരിച്ച് അന്നേ ദിവസം തന്നെയായിരുന്നു രാഹുൽ സിദ്ധുവിനെ കാണാനെത്തിയത്. ഒപ്പം താൻ ഇത്രയും നാൾ വാസുദേവന് എതിരെ കളക്ട് ചെയ്ത എല്ലാ തെളിവുകൾ സഹിതമായിരുന്നു അയാൾ സിദ്ധുവിനെ കാണാനെത്തിയത്. എല്ലാ തെളിവുകളും സിദ്ധുവിനെ ഏൽപ്പിച്ച് അവൻ അവിടെ നിന്നും പോയി. ഈ തെളിവുകൾ എല്ലാം എത്തിക്കേണ്ടവരുടെ കയ്യിലെത്തിച്ച് വാസുദേവനെ ജയിലിലാക്കുകയും ചെയ്തു. വാസുദേവൻ ഈ തെളിവുകളൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന സംശയമായിരുന്നു. എന്നാൽ അയാളെ കാണാൻ ഒരു ദിവസം സിദ്ധു തന്നെ നേരിട്ട് ജയിലിലെത്തി. തൻ്റെ സംശയങ്ങൾക്കെല്ലാം ഞാൻ ഇവിടെ വെച്ച് നിവാരണം ചെയ്യാം. തൻ്റെ മകനില്ലേ രാഹുൽ, തൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്ന അവൻ താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും താൻ പോലും അറിയാതെ റെക്കോർഡ് ചെയ്ത് തെളിവുകൾ സഹിതം ശേഖരിച്ച് അവൻ്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിപ്പുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ അവൻ അതെല്ലാം എന്നെ ഏൽപ്പിച്ചത്. തൻ്റെ എല്ലാ വസ്തുവകകളും കണ്ടുകെട്ടിയതുകൊണ്ട് തന്നെ അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോലും ഇപ്പോൾ പൈസ ഇല്ല. മറ്റുള്ളവരുടെ ദയാഭിക്ഷയിലാണ് ഇപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്ന്. പിന്നെ താൻ ഭയപ്പെടണ്ട, തൻ്റെ ഭാര്യ ഇന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ട്. താനും അവരുടെ മകനും തങ്ങളോട് ഇത്ര ക്രൂരത ചെയ്തിട്ടും ആ സ്ത്രീയോട് അങ്ങനെ ഒരു രീതിയിൽ പെരുമാറാൻ ഞങ്ങൾക്കാവില്ല. അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾക്കൊപ്പം തന്നെ കൂട്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടവർ. അയാളോട് അത്രയും പറഞ്ഞ് തിരിഞ്ഞതും, തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ആരും വരില്ല കേട്ടോ. തൻ്റെ സ്വത്തുവകകൾ നല്ല തൻ്റെ ബാങ്ക് അക്കൗണ്ട് വരെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ താൻ ഇവിടെ നിന്നും തൻ്റെ ലീഗൽ അഡ്വൈസറിനെ വിളിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അയാളും തന്നെ കാണാൻ ഇനി വരില്ല. തന്നെ നല്ല ഒരു വക്കീലും തൻ്റെ ഒരു കേസും ഏറ്റെടുക്കാനും പോകുന്നില്ല. തനിക്കുള്ള ശിക്ഷ താൻ ഈ ജയിലിനകത്ത് തന്നെ കിടന്ന് താൻ അനുഭവിക്കണം. അതിനുള്ളതെല്ലാം ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞ് അവിടെ നിന്നും ഒരു ചിരിയോടെ അവൻ പുറത്തിറങ്ങി. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അത് വൈകാതെ തന്നെ തനിക്ക് മനസ്സിലാകുമെന്ന് അയാൾക്ക് മനസ്സിലായി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം അയാൾ ക്രൂരമായ പീഡനത്തിന് ഇരയാകുകയായിരുന്നു. ജയിൽ പുള്ളികൾ പരസ്പരം അയാളെ ഉപദ്രവിക്കുക, ആഹാരം തട്ടിത്തെറിപ്പിക്കുക, അയാൾക്ക് നേരെ ചൊവ്വെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, അയാൾ ചെയ്യുന്ന ജോലികളിൽ അയാളെ ശല്യം ചെയ്യുക, ശാരീരികവും മാനസികവുമായി അയാളെ ബുദ്ധിമുട്ടിക്കുക. പ്രായത്തിൻ്റേതായ അസ്കിത ഉള്ളതുകൊണ്ട് ഇതൊന്നും താങ്ങാനുള്ള ശക്തി ആ ശരീരത്തിനില്ലായിരുന്നു. അവരുടെ ക്രൂരതകളെല്ലാം ഏറ്റുവാങ്ങി ഒരു ദിവസം അയാൾ ഈ ലോകം തന്നെ വെടിഞ്ഞ് പരലോകം പോയി. ഇതറിഞ്ഞിട്ടും രാഹുലിന് പ്രത്യേക ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു അയാളുടെ ഭാര്യയ്ക്കും. അയാൾ മരിക്കട്ടെ, അയാൾ മരിക്കാൻ വിധിക്കപ്പെട്ട ആൾ തന്നെയാണ്. എൻ്റെ അപ്പുമോളെ ചില്ലറയൊന്നും അല്ല ഉപദ്രവിച്ച്. അതിനോടൊപ്പം തന്നെ എത്ര പെൺകുട്ടികൾ, എത്ര സ്ത്രീകളുടെ ശാപം അയാളുടെ തലയിൽ കാണും. അയാൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീര് ഞാൻ ഒഴുക്കിയാൽ ആ ശാപം എന്നെ കൂടി വിട്ടു പോകില്ല. എൻ്റെ മകൻ അനുഭവിക്കുന്നതും അയാൾ കൊണ്ടു നടന്ന് അവനെ ഇല്ലാത്ത ശീലങ്ങൾ പഠിപ്പിച്ച് എൻ്റെ
ഭാഗമായാണ് അവൻ ഇന്ന് ഈ അനുഭവിക്കുന്നതെല്ലാം. ഇതെല്ലാം നിന്നും കേട്ട് മറ്റുള്ളവർ അവരെ സഹതാപത്തോടെ ഒന്ന് നോക്കി. എല്ലാവരും തങ്ങളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുക. എന്താടി പൊണ്ടാട്ടി നീ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, നിങ്ങളെ ഞാൻ ആദ്യമായി കാണുന്നത് പോലെയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നിൽ നിന്നും മറച്ചു വെക്കാൻ? എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെച്ചു. അന്ന് നരേന്ദ്രനെ പിടിച്ച് ഉപദ്രവിക്കുന്ന ആ ദിവസം കുറേ വെളിപ്പെടുത്തലുകൾ നടത്തി. അതിനുശേഷം ഇന്നിപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് ഷോക്കടിച്ച് നിൽക്കുവാ ഞാൻ. ഓരോ പ്രാവശ്യവും നിങ്ങളിൽ നിന്നും ഓരോന്നറിയും തോറും ഷോക്കടിച്ച് ഞാനൊരു പരുവമായിട്ടുണ്ട് മനുഷ്യ. ഇനിയും എനിക്കൊരു ഷോക്ക് കൂടി തരല്ലേ പ്ലീസ്. അവൾ കൈ കൂപ്പി അവനോടായി പറഞ്ഞു. ഷോക്ക് തരത്തില്ല, പക്ഷേ എനിക്കൊരു സാധനം വേണം. എന്ത് എന്ന അർത്ഥത്തിൽ അവൾ അവനോട് ചോദിച്ചതും അവൻ ചുണ്ടു കൂർപ്പിച്ച് കാട്ടിയതും. ഒന്ന് പോ മനുഷ്യ, എപ്പോഴും ഇതേ ഉള്ളു ചിന്ത. പോയി ബിസിനസ് കാര്യം നോക്ക്. അവൾ അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളുമായി അടുത്ത് കണ്ട റൂമിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തു. അയ്യേ, ആരെങ്കിലും കണ്ടാൽ നാണക്കേടാ. ഓ, ആരെങ്കിലും കാണുന്നല്ലേ ഉള്ളൂ നാണക്കേട്. അന്നേരം പിന്നെ എനിക്ക് തരാമല്ലോ അല്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി. ദീർഘമായ ഒരു ചുംബനത്തിന് ശേഷം അവളിൽ നിന്നും അകന്നു മാറി അവളെ അടിമുടിയൊന്ന് നോക്കി. എൻ്റെ പെണ്ണെ, നീ ഇങ്ങനെ വന്ന് ബ്ലഷ് അടിച്ച് ഇങ്ങനെ ഈ ചോപ്പ് ചുണ്ടുമൊക്കെ കാട്ടി നിന്നാലുണ്ടല്ലോ എൻ്റെ സകല കൺട്രോളും പോയി. ഞാൻ എന്തെങ്കിലുമൊക്കെ നിന്നെ അങ്ങ് ചെയ്യും കേട്ടോ. എന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. എനിക്കിപ്പോൾ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. എന്നെ കൂടാതെ നിൻ്റെ പുറത്ത് ഇത്ര അധികാരത്തോടെ ചോദിക്കാനും പറയാനും ആരാടിയുള്ളത് എനിക്കൊന്നറിയണം. അതോ ദാണ്ടെ ഇവിടെയാ ആളുള്ളത്. അവൾ സ്വന്തം വയറ്റിലേക്ക് കൈവച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. എന്നിട്ട് നീ ഇതുവരെ എന്നോട് പറയാഞ്ഞ എന്താ? അവൻ ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു. അതോ, നിങ്ങളോട് രാത്രി ഒരു സർപ്രൈസ് പോലെ പറയാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വന്നാൽ ചിലപ്പോൾ എനിക്ക് സർപ്രൈസ് കിട്ടും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യം പറയാം. നിങ്ങൾ അറിയാതെങ്കിലും കയറി എന്നെ അങ്ങ് സ്നേഹിച്ച് കൊന്നാലേ ചിലപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാം തോലും പോലും ബാക്കി കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് പറഞ്ഞതാ, അവൾ അവനോടായി പറഞ്ഞതും അവൻ പല്ലും കടിച്ചുകൊണ്ട് തന്നെ അവളെ നോക്കി. അതെ, ഇനിയും മോൾ ഓഫീസിലേക്കൊന്നും വരണ്ട കേട്ടോ, ഇവിടെ തന്നെ ഇരുന്നു. അച്ഛനോടും അമ്മയോടും ഒക്കെ കാര്യം പറഞ്ഞു. ഇല്ല, ബാ, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചവരോട് കാര്യങ്ങളെല്ലാം പറയാം. അവർ രണ്ടുപേരും മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹാളിൽ അല്പം ഉന്തിയ വയറുമായിരിക്കുന്ന ഐഷുവും അവൾക്ക് തൊട്ടടുത്ത് തന്നെ അഖിലുമുണ്ട്. അവർക്ക് രണ്ടുപേർക്കും അടുത്തായി സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയും അബുവും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും അടുത്തേക്ക് ഒരു ചെറു ചിരിയോടെ ചെല്ലുന്നത് കണ്ട് എല്ലാവരും ഒരു സംശയത്തോടെ, എന്താ രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. ഒരു 10 മാസം കഴിയുമ്പോൾ ദാണ്ടെ ഇവളെ പോലെയോ എന്നെ പോലെയോ ഒരു കുഞ്ഞുവാവ കൂടി ഇവിടെ വരും. ദാണ്ടെ ഈ വയറ്റിലുള്ള കുഞ്ഞാവയ്ക്ക് കൂട്ടായി. അവരെല്ലാവരോടുമായി സിധു പറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാത്തിൽ എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു. അതിനൊക്കെ ഉപരി അപ്പുവിനായിരുന്നു ഒരുപാട് വിഷമം. തങ്ങൾക്ക് പിന്നാലെ തന്നെ വിവാഹം കഴിച്ച ഐഷുവിനും അഖിലും ഒരു കുഞ്ഞുവാവ പിറക്കാൻ പോകുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ അവളുടെ വിഷമം ഒന്നുകൂടി ഇരട്ടിച്ചു. എന്നാൽ ഇപ്പോൾ അവളുടെ വിഷമത്തിന് ഒരു പരിഹാരം എന്ന പോലെ ദൈവം അവരെയും അനുഗ്രഹിച്ചു. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതുകൂടി എല്ലാവരും അവളെ സ്നേഹത്താൽ മൂടി ഒരുപാട് വീർപ്പ് മുട്ടിച്ചു. 2 ഗർഭിണികളെയും ഒരേപോലെ തന്നെ സിദ്ധുവിൻ്റെ അമ്മ അവരെ സ്നേഹിച്ച് പരിപാലിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് താളം തുള്ളാൻ തുടങ്ങി. 2 ഭർത്താക്കന്മാരെയും കിട്ടിയ അവസരം അവർ 2 പെണ്ണുങ്ങളും മുതലാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവരവരുടെ ആഗ്രഹത്തിന് ഓരോ സാധനം വേണമെന്ന് പറഞ്ഞ് 2 പേരും ഓട്ടിക്കാൻ തുടങ്ങി. അവസാനം ഗതി കെട്ടി ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞോ പുറത്ത് വരുന്നത് വരെയല്ല ഉള്ളൂ നീയൊക്കെ ഞങ്ങളെ ഇട്ട് ഓട്ടിക്കുന്നത്. അത് കഴിയുമ്പോൾ നിന്നെയൊക്കെ ഈ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സാധനങ്ങൾ ഓടിച്ചോളും. ഞങ്ങളോട് കാണിച്ച ക്രൂരതകൾക്ക് അവർ 2 പേരും അപ്പുവിനോടും ഐഷുവിനോടുമായി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ 2 പേരും ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. പിന്നിൽ നിന്നും, വൈകുന്നേരം വരുമ്പോഴേ എനിക്കൊരു മസാല ദോശ. ഐഷു, എനിക്ക് പത്തിരിയും ബീഫും മതി കേട്ടോ. ഇതൊക്കെ കഴിച്ചുകൂടാ പെണ്ണ ഈ സമയത്ത്, എനിക്കത് വേണം.
വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുതരാൻ വാശി പിടിക്കണ്ട. അഖിൽ അത്രയും പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് പോയി. സിദ്ധുവിൻ്റെ അമ്മ അവർക്ക് രണ്ടുപേർക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് പാക്ക് ചെയ്യുക. കാരണം ആയിഷുവിനിപ്പോൾ 9ാം മാസവും അപ്പുവിന് 8ാം മാസവുമായിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടും അപ്പുവിന് അല്പം കോംപ്ലിക്കേഷൻ ആയതുകൊണ്ടും അപ്പുവിൻ്റെ വയറ്റിൽ 1 കേട്ടോ 2 പേരാ. അതുകൊണ്ട് 9ാം മാസം തുടക്കം തന്നെ ചെന്ന് അഡ്മിറ്റ് ആകണമെന്നും പറഞ്ഞിരുന്നു. ആയിഷുവിന് വലിയ ക്ഷീണമോ ഒന്നുമില്ല. പക്ഷെ അപ്പുവിന് നല്ല ക്ഷീണവും കാലിലെല്ലാം നല്ലപോലെ നീരും ഒക്കെ ഉണ്ട്. ആൾ നല്ല ഗുണ്ടുമണി പോലെ ആയിട്ടുണ്ട്. ആയിഷുവും അതുപോലെ തന്നെ. തങ്ങളുടെ ഭർത്താക്കന്മാർ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തങ്ങൾക്ക് കൊണ്ടുവരുന്ന സാധനവും കാത്ത് 2 പേരും ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. 2 പേരും കാറിൽ നിന്ന് ഇറങ്ങിയതും 2 പേരുടെയും കയ്യിലിരിക്കുന്ന സാധനം കണ്ട് 2 പേരുടെ മുഖത്ത് നല്ല പ്രകാശമായിരുന്നു. എൻ്റെ സിദ്ധു, ആ 2 മുഖത്തേക്ക് നോക്കി. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പൊതികളോടുള്ള സ്നേഹം പോലും ഇപ്പോൾ ഈ 2 നമ്മളോടില്ല. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ഓരോ സാധനം ഓരോ ദിവസവും വാങ്ങിക്കല ഈ 2 പണി. എൻ്റെ അഖിലേ, നീ വെയിറ്റ് ചെയ്യുക. ആ വയറ്റിൽ കിടക്കുന്ന 2 ഇനി വെളിയിൽ വരട്ടെ. അതിനുശേഷം നമുക്ക് ഇവളുമാരോട് പ്രതികാരം ചെയ്യണം. സിദ്ധു അഖിലിനോടായി പറഞ്ഞു. ശരിയാടാ, ഇവളുമാരോട് നല്ല പ്രതികാരം ചെയ്യണം. നിങ്ങൾ 2 പേരും ഞങ്ങളോട് പ്രതികാരം ചെയ്തതിൻ്റെ ഫലമാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്തതിൻ്റെ ഫലമല്ല, ഞങ്ങൾ 2 നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചതിൻ്റെ ഫലമാണ് നിങ്ങളിങ്ങനെ നിൽക്കുന്നത്. പ്രതികാരം ചെയ്യുന്നതിൻ്റെ വേഷം വേറെ. അത് ഇതിനെ ഒന്ന് ആദ്യം പുറത്തോട്ട് കൊണ്ടുവരട്ടെ, അതിനുശേഷം കാട്ടിത്തരാം കേട്ടോ. അവർ 2 പേരും അവരെ 2 ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. രാത്രിയായപ്പോഴേക്കും ആയിഷുവിന് വല്ലാത്ത നടുവേദനയും വയറുവേദനയൊക്കെ തുടങ്ങിയതും അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്ന് അഖിലിനെ വിളിച്ചുണർത്തി. അവൾക്ക് വല്ലാത്ത വേദന ഉണ്ട് എന്ന് പറഞ്ഞതും അഖിൽ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. നിന്നോട് അന്നേരം ഞാൻ പറഞ്ഞേ ബീഫും പത്തിരിയും കഴിക്കരുതെന്ന്. അത് ചിലപ്പോൾ വയറിന് പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ പൊന്നു മനുഷ്യ, എനിക്ക് ഡെലിവറി പെയിൻ തുടങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞ, അല്ല വേറെ ഒന്നുമല്ല. നിങ്ങൾ പോയി അമ്മയെ വിളിച്ചോണ്ട് വാ. അഖിൽ താഴെ ചെന്ന് അമ്മയുമായി മുകളിലേക്ക് കയറി വന്നപ്പോഴേക്കും അവൾക്ക് വല്ലാത്ത പെയിൻ കൂടിയിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ തന്നെ അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരുന്ന ബാഗുമായി അവർ താഴേക്കിറങ്ങി. അവളെയും താങ്ങി പിടിച്ച് താഴേക്കിറങ്ങി വരുമ്പോഴാണ് അപ്പു ഉമ്മറത്തേക്ക് വന്നത്. അപ്പുവിന് അവളുടെ അവസ്ഥ കണ്ടതോടുകൂടി വല്ലാത്ത വേവും വെപ്രാളവും തുടങ്ങി. അവളുടെ BP ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു രീതിയിലും ഒരു ടെൻഷനും അവൾ അടിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. 2 പേരുള്ളത് കൊണ്ട് അവൾ അല്പം പോലും ടെൻഷൻ അടിക്കുകയോ അനാവശ്യ ചിന്തകൾ ചിന്തിച്ചു കൂട്ടാനോ ഒന്നും ഇട കൊടുക്കരുത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പ്രത്യേകം ഡോക്ടർ അവളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഐഷുവിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെ വിഷമം തോന്നിയും ടെൻഷൻ ഉണ്ടാകാനും തുടങ്ങി. അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ തന്നെ സിദ്ധു അവളെ ചേർത്ത് പിടിച്ചിരുന്നു. അഖിലിനോടൊപ്പം സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയും അബുവും കാറിലേക്ക് കയറി അവളുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നാൽ അവർക്കൊപ്പം പോകണമെന്ന് അപ്പുവിനുണ്ടായിരുന്നുവെങ്കിലും അവളുടെ കരച്ചിൽ കാണാൻ ചിലപ്പോൾ താനും കരഞ്ഞു പോകുമെന്ന് അവൾക്കറിയാം. തൻ്റെ BP ഷൂട്ട് ചെയ്താൽ അത് തൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വല്ലാതെ ബാധിക്കുമെന്നും അവൾക്കറിയാവുന്നതുകൊണ്ട് അവൾ ഐഷുവിൻ്റെ കാര്യങ്ങൾ മറവിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മറ്റ് കാര്യങ്ങളിൽ എൻഗേജ് ആകാൻ ശ്രമിച്ചു. പക്ഷേ എത്രത്തോളം അവൾ എൻഗേജ് ആകാൻ ശ്രമിക്കുന്നു അത്രത്തോളം ആഴത്തിൽ ഐഷുവിൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അവൾക്ക് ടെൻഷൻ കയറാൻ തുടങ്ങിയതും എന്തൊക്കെ അസ്വസ്ഥത അവൾക്ക് തോന്നിത്തുടങ്ങി. അവൾ ഇരിക്കുന്നിടം നനയുന്നതായി തോന്നി. അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റതും കാലിലൂടെ എന്തോ ദ്രാവകം ഒഴുകി ഇറങ്ങുന്നത് പോലെ തോന്നി. തൻ്റെ ഡ്രസ്സ് അല്പം ഉയർത്തി നോക്കിയപ്പോൾ യൂറിൻ പാസ് ചെയ്ത് താൻ പോലും അറിയാതെ തൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്നത് അതെന്താ ഇപ്പോൾ അങ്ങനെ? അവൾക്ക് കാര്യം മനസ്സിലായില്ല. അവൾ പതിയെ സിദ്ധുവിനെ വിളിച്ചു. സിദ്ധു അടുത്തേക്ക് വന്നപ്പോൾ അവൾ അല്പം ജാള്യതയോടെ, സിദ്ധു അത് എനിക്കറിയില്ല, യൂറിൻ എങ്ങനെ ഞാൻ പോലും അറിയാതെ മനസ്സറിയാതെ ഇവിടെ എല്ലാം വീണു, ഒന്ന് ക്ലീൻ ചെയ്യുമോ? അത് പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ഡ്രസ്സെല്ലാം ചെക്ക് ചെയ്തു. ഇത് യൂറിൻ പാസ് ചെയ്തല്ല, വാട്ടർ ബ്രേക്ക് ആയതാ. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുതെന്ന്. ഒരാളല്ല 2 പേരാ.
എല്ലാ പെണ്ണുങ്ങളും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ്. നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, നാളെയല്ലേ അവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞ്. എന്തായാലും നീ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി നിനക്ക് അമ്മ റെഡിയാക്കി വെച്ചിരുന്ന ബാഗുമായി ഇപ്പോൾ വരാം. അത്രയും പറഞ്ഞ് അവൻ റൂമിലേക്ക് കയറി. അമ്മ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്ന ബാഗുമായി പുറത്തേക്ക് വന്ന് അവളുമായി കാറിൽ കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവളെ ചെക്ക് ചെയ്ത് നേരെ ലേബർ റൂമിലേക്കാണ് വിട്ട. അവിടെ ഐഷുവും ഉണ്ടായിരുന്നു. വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്ത് കുഞ്ഞുങ്ങളെ പുറത്തെടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഡെലിവറിയാണ് ആദ്യം കഴിഞ്ഞത്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 3 സിസ്റ്റേഴ്സ് അങ്ങോട്ട് വന്നു. 2 സിസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള കുഞ്ഞുങ്ങളെ സിദ്ധുവിൻ്റെ കയ്യിലേക്കും ഒരാളെ അഖിലിൻ്റെ കയ്യിലേക്കും കൊടുത്തു. സിദ്ധുവിന് 2 ആൺകുട്ടികളും അഖിലിന് 1 പെൺകുട്ടിയുമായിരുന്നു. കുറേ സമയത്തിന് ശേഷമാണ് ഇരുവരും റൂമിലേക്ക് എത്തിയത്. തങ്ങളുടെ അടുത്ത് കിടക്കുന്ന പൊന്നോമനകളെ 2 പേരും ഒന്ന് നോക്കി. 2 പേരും അവരവരുടെ കുഞ്ഞുങ്ങളുടെ നേറുകയിൽ ഒന്ന് മുത്തം നൽകി. ഐഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തെന്നർത്ഥത്തിൽ അഖിൽ അവളെ ഒന്ന് ചേർത്തിരുത്തി. എനിക്കിന്ന് എന്ത് സന്തോഷമുള്ള ദിവസമാണെന്നറിയാമോ അഖിലേട്ട? ഇന്ന് എനിക്ക് എൻ്റേതെന്ന് പറയാൻ എൻ്റെ അഖിലേട്ടനും എൻ്റെ മോളും ഇന്ന് എന്നോടൊപ്പമുണ്ട്. അവൾ പറഞ്ഞു നിർത്തി. എല്ലാവരും ഒരു പുഞ്ചിരിയോടെ അവരെ ഇരുവരെയും നോക്കി നിന്നു. ആരോരുമില്ലാത്തവർക്ക് ഇന്ന് ദൈവമായി അവരെ ഒന്നാക്കി. കൂട്ടത്തിൽ അവർക്കൊരു വലിയ ചെറിയ സന്തോഷം കൂടി അവർക്ക് നൽകി. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. 2 കൂട്ടരും തങ്ങളുടെ പൊന്നോമനകളുമായി സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കട്ടെ. അവരുടെ ജീവിതത്തിലേക്ക് ഇനി കരിനിഴൽ വീഴ്ത്താൻ ആരും തന്നെ വരാതിരിക്കട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ശുഭം. അർപ്പിത ഇവിടെ അവസാനിക്കുന്നു. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോസ് കാണുന്നവരാരും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ആരെങ്കിലുമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് പ്ലീസ്.